ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് വളരെ എളുപ്പത്തിലും രുചികരവുമായിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ ആദ്യം തന്നെ 3 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും ചെറുതായി അരിഞ്ഞതൊന്നിട്ട് വഴറ്റിയ ശേഷം ഒരു സവാള നല്ലപോലെ കനം കുറച്ചരിഞ്ഞ് അതും കുറച്ച് ഉപ്പിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് എൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല പോലെ അങ്ങനെ വഴറ്റി ഒന്ന് കളർ മാറി വരുമ്പോൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയാണ് ആഡ് ചെയ്യണം. ചിക്കൻ മസാലപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ശേഷം അതിലോട്ട് വേവിച്ച് വെച്ച 2 ഉരുളക്കിഴങ്ങ്, അത് ഉപ്പ് മാത്രം ഇട്ടാണ് വേവിച്ചെടുത്തത്, അതൊന്ന് ഉടച്ചിട്ട് കൊടുക്കുക. പിന്നെ കറിയിലെ ചിക്കൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ അങ്ങനെ മസാല ഒക്കെ കോട്ടായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യണതാണ് റവ ചേർത്ത് കൊടുക്കുമ്പോൾ മസാലക്ക് നല്ലൊരു ഉറപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് ചെയ്തെടുക്കാനും സാധിക്കും. ഞാൻ ദാ ഇതുപോലെയാണ് പരത്തിയെടുത്തിട്ടുള്ളത്. പിന്നെ ഡിപ്പ് ചെയ്യാനായിട്ട് എഗ്ഗ് വൈറ്റ് മാത്രം കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഷാലോ ഫ്രൈ ആണ് ചെയ്യണത്. നമ്മൾ എല്ലാം ഒന്ന് ആ എഗ്ഗ് വൈറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പുറം മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അടുത്ത പുറം മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബുൾസയും വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് കെച്ചപ്പ് കൊടുത്തിട്ടുണ്ട് എനിക്ക് മാത്രം. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. നല്ല പോലെ ആ സോസിൽ അങ്ങനെ മിക്സ് ചെയ്തെടുത്ത് ഒരു കടി കടിച്ചു. വാവ്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. സൂപ്പറായിരുന്നു. ഞാനതങ്ങനെ ആസ്വദിച്ച് തന്നെ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നിങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുക ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.